ഹലോ ഫ്രണ്ട്സ്, ഇനി ചായ ലവേഴ്സ് ഹിയർ. ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ സ്കൂളും കോളേജൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ കുടിയുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ എടുക്കും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഞാൻ ഒരു സ്റ്റോറി വായിച്ചു ഗൈസ്, ഒരു ബിസ്ക്കറ്റിൻ്റെയും ചായയുടെയും സ്റ്റോറി. ബിസ്ക്കറ്റിന് ചായനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ ഈ ബിസ്ക്കറ്റിനെ നമ്മൾ ചായയിൽ മുക്കി വെച്ച് കഴിച്ച് കഴിയുമ്പോൾ ബിസ്ക്കറ്റ് ഒടിഞ്ഞ് ചായയുടെ ഉള്ളിൽ വീണ് മിക്സായി പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടൈമിൽ ഡിപ്പ് ചെയ്ത് നല്ലപോലെ സോക്കായി പുറത്തേക്ക് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ചായയുടെ ഫ്ലേവറും ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും. നമുക്കൊരാൾ ഒരു പരിധി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ ആളുടെ മേലോട്ട് നമ്മൾ ചായ ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ലൂസ് ആർ ഇൻഡിവിജ്വാലിറ്റി. ശരിക്കും പറഞ്ഞാൽ 2 പേർക്കും ബാലൻസ് ആയിട്ട് പോകാൻ പറ്റണം. അവിടെയാണ് ഏതൊരു റിലേഷൻഷിപ്പും, വെദർ ഇറ്റ് ഇസ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓർ വാട്ട് എവർ, സക്സസ് ആവുക.